പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറഞ്ഞു വരുന്ന മറ്റൊന്ന്, അതായത് ശരിക്കും വിശ്വാസമുള്ള ഒരു വ്യക്തി പാപം ചെയ്യില്ല, പാപത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇതെല്ലാം പോകുന്ന വിശ്വാസം പോയതിൻ്റെ ഫലമാണ്. വഴിവിട്ട ബന്ധമുണ്ടെങ്കിൽ 100% ഉറപ്പ് അവൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചവനാണ്, പൂർണ്ണമായിട്ടും വിച്ഛേദിച്ച വ്യക്തിയാണ്. He separated himself from our Lord Jesus Christ. ഈശോയിൽ നിന്ന് വേറിട്ട വ്യക്തിയാണ്. നല്ല പാപം ചെയ്യാൻ പറ്റില്ലത്. അവിടെയല്ലേ പൗലോസ് പറയുന്നത്, റോമാലേഖനത്തിൽ പറയും, നാം ഇനി പാപത്തിന് അടിമപ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. റോമ 6:22-23 നമ്മളിപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിൻ്റെ അടിമകളായിരിക്കുകയാൽ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവൻ. പാപത്തിൻ്റെ വേതനം മരണമാണ്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യരക്ഷ, നിത്യസമാധാനം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കൾ ഉച്ചത്തിൽ. ഹെബ്രായ ലേഖനത്തിൻ്റെ 12:14 പറയും, എല്ലാവരോട് സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി വേണം. ദൈവജനത്തിന് വേണ്ടത് വിശുദ്ധിയാണ്. തിരുസഭയുടെ ചരിത്രം പഠിച്ചു. തിരുസഭയെ ശരിക്കും പറഞ്ഞാൽ സംരക്ഷിച്ചത് ആളുകളും കഴിവുള്ളവരൊന്നും അല്ല. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ സഭയെ പിടിച്ചു നിർത്തിയത് വിശുദ്ധിയാണ്. എവിടെയെങ്കിലും സഭ തകർന്നിട്ടുണ്ടെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടു? വിശുദ്ധി നഷ്ടപ്പെട്ടു. കുടുംബങ്ങളെ നിലനിർത്തുന്നത് ജീവിത വിശുദ്ധിയാണ്. ഏതെങ്കിലും കുടുംബം തകർന്നത് പണം ഇല്ലാഞ്ഞുകൊണ്ടല്ല, കടം കയറിയതുകൊണ്ടല്ല, വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടോ കുറഞ്ഞുകൊണ്ടോ അല്ല, മോനെ കണ്ടുപിടിച്ച ജീവിത പങ്കാളി ശരിയായതുകൊണ്ടോ ശരിയാകാതിരുന്നുകൊണ്ടോ അല്ല. ഒരൊറ്റക്കുറവുള്ള വീടിന് വിശുദ്ധി കുറഞ്ഞു. വിശുദ്ധി എന്ന് വെച്ചാൽ അർത്ഥമൊന്നും അറിയോ? ദൈവത്തോടുള്ളൊരു ആത്മബന്ധം. ദൈവത്തോടുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ളവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, വിശുദ്ധിയോടെ സ്നേഹിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇന്നത്തെ തലമുറ കൃപ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വിശുദ്ധികൾ. പ്രത്യേകിച്ച് ഇന്ന് കാണാം, ഒരു ജടിക പാപങ്ങളുടെ വളരെ ഒരു വളർച്ച സൊസൈറ്റി കാണാം. മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഫോണോഗ്രാഫി, ചിത്രങ്ങൾ, ഇതിനകത്തെല്ലാം പെട്ട് ബന്ധങ്ങൾ, ലോകത്തിങ്ങനെ വേശ്യാലയങ്ങൾക്ക് ഇഷ്ടം പോലെ, അതിനുവേണ്ടി തന്നെ കഴിയുന്ന ജീവിതങ്ങൾ, കച്ചവടമാക്കി അതുമായിട്ട് ബന്ധങ്ങളും സ്നേഹവും കൂട്ടുന്നവർക്ക്, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതിനകത്ത് പെടുന്ന യൂത്ത് കാണാം. കാരണം അത് ഫെയ്ത്ത് പോയി, അന്ധത ബാധിച്ച അവൻ കാണേണ്ടതല്ല കാണുന്നത്, കാണാൻ പാടില്ലാത്ത കണ്ടുമുട്ടുക. പറഞ്ഞ ഹല്ലേലൂയ. ബൈബിളിൽ പറയുന്ന പോലെ ഇത് അനർത്ഥങ്ങളുടെ നാളുകളാകിയാൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാനാവില്ല. ബൈബിളിലൊരു വലിയൊരു പ്രവചന ഗ്രന്ഥമാണ് മിക്ക. നിങ്ങൾ മിക്ക പ്രവാചകനെ കുറിച്ച് ധ്യാനിച്ചു. പരിശുദ്ധാത്മാവാണ് മകനെ നയിക്കുന്ന വിശുദ്ധ. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. കയ്യൂക്കുള്ളതിനാൽ രാത്രിയിൽ എല്ലാം ചിന്തിക്കും, അത് അതേപടി പ്രഭാതത്തിൽ അത് ചെയ്തെടുക്കും. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു, അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. ഇത് അനർത്ഥങ്ങളുടെ നാൾ. അനർത്ഥം വരുന്നത് ഇത്തരം പാപങ്ങൾ, വീടുകൾ, ജീവിത പങ്കാളിയെ, മക്കളെ, അവരൊക്കെ നശിപ്പിക്കുക. അന്യൻ്റെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ ഒക്കെ നശിപ്പിക്കുമ്പോൾ അത് പിന്നെ വരുന്നത് അനർത്ഥങ്ങളുടെ കാലം. അനർത്ഥങ്ങളുടെ കാലം വരുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനാവില്ല. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഹോസിയ 5:4 പറയും, വ്യഭിചാര ദുർഭൂതം അവരെ കുടികൊള്ളുന്നു, അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്നില്ല. ശരിക്കും ജഡികഭാവം വന്ന ഒരു വലിയ കുഴപ്പമുണ്ടാകും കേട്ടോ. അന്ധത ശരിക്കും കയറിപ്പിടിക്കും. എന്തിനന്ധത? വിശ്വാസത്തിൻ്റെ മേഖല അന്ധത വരും. ദൈവം ഇല്ലെന്ന് പറയും, ഇതൊക്കെ തോന്നലാന്ന് പറയും, ഇതൊക്കെ മിഥോളജിയാന്ന് പറയും. സുവിശേഷവാദം അതൊക്കെ തിരസ്കരിക്കും, പരിഹസിക്കും. വിവാഹമെന്ന ശ്രേഷ്ഠമായ കൂദാശയൊക്കെ വെറും ഒരു പുല്ലുവില പോലും കൊടുക്കില്ല.
കുദാശകളെ കാണുന്നത് വേറെ, പൗരോഹിത്യം അല്ലെങ്കിൽ എല്ലാം അപ്പസ്തോലിക വിളി എല്ലാം കാണുന്നത് വേറൊരു കണ്ണുകൊണ്ട് കാണും. കാരണം അവന് കിട്ടിയിരിക്കുന്നൊരു കണ്ണടയുണ്ട്, ആ കണ്ണട കൊണ്ട് അവനെല്ലാം കാണുള്ളൂ. അവിശ്വാസത്തിൻ്റെ കണ്ണടയിൽ കൊടുക്കും. കാരണം പോയി അന്ധത കയറി. പിന്നെ അവൻ ചെയ്യുന്ന എന്താണെന്ന് പ്രവർത്തിക്കുന്നു, ആരോടാണ് എന്താണ് ചെയ്യുന്നറിഞ്ഞു. ചില കുഞ്ഞുങ്ങളൊക്കെ അപ്പനെയും അമ്മയും പീഡിപ്പിക്കുമ്പോൾ ആരോടാണ് ഇത് ചെയ്യുന്നറിഞ്ഞുകൂടാ. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അബോർഷന് കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്ന ഡോക്ടറും ചെയ്യിപ്പിക്കാൻ പോകുന്ന ആൾക്കാരും ശരിക്കും അന്ധത. ആരോടാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇത് ചെയ്യുന്നവർക്ക് അറിയത്തില്ല. വിശ്വാസത്തിന്റെ കണ്ണടഞ്ഞു പോയി. യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്ന വ്യക്തി, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, കുടുംബ ബന്ധങ്ങൾ, പാപകരമായ ബന്ധങ്ങൾ, ബ്ലൂഫിങ്, അവനറിയില്ല എന്താ സംഭവിക്കുക, ചെയ്യുന്ന എന്താ അല്ലേ. ബൈബിളിൽ ഈശോ പറഞ്ഞല്ലോ, ഇരുട്ടിൽ നടക്കുന്നവൻ അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവന് അറിയില്ല. രാത്രി നടക്കുന്ന അവൻ എവിടേക്കാണ് പോകുന്നവൻ അറിയത്തില്ല. അവനെന്താ പാപത്തിലെന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇരുട്ടിൽ എന്ന് വെച്ചാൽ ഈശോയോട് ആത്മമായ ബന്ധമില്ലാതെ നമ്മൾ ഒത്തിരി ആചാരാനുഷ്ഠാനക്കാരാണ്. കുർബാനയൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യിച്ചില്ല, പ്രാർത്ഥിക്കും, എല്ലാം നല്ല കഴിവാണ്, നല്ല എഫിഷ്യൻ്റാണ്, പ്രൊഫഷണലാണ്. എല്ലാവരും നമ്മൾ നല്ല പ്രൊഫഷണലാണ്. കുടുംബങ്ങളൊക്കെ നല്ല പ്രൊഫഷണലല്ല, എല്ലാവരും നന്നായിട്ട് കണ്ണിപ്പൊട്ടിയിടാൻ അറിയാം, പക്ഷെ ജീവിതമില്ല. എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കൃപ കംപ്ലീറ്റ് പോയി. പ്രശ്നമാണ്. എനിക്കറിയാം, അണക്കരയിൽ ദൈവജനം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യം ഞാൻ കാണാറുണ്ട്, വിടുതൽ, വിമോചനം കിട്ടണം. തിരുസഭയുടെ ഒരു ഔദ്യോഗികമായൊരു ശുശ്രൂഷയാണ് എക്സോർസിസം. ദുഷ്ടാരൂപികളെ പ്രാർത്ഥന കൊണ്ടും സഭയുടെ അധികാരത്തിൻ്റെ ശക്തി കൊണ്ടും സഭ സ്ഥലങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന ഒരു കർമ്മം അല്ല ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദിമ സഭയുടെ കാലം തൊട്ട് തന്നെ സഭയിൽ അത് അനുവർത്തിച്ചിരിക്കുന്നു. ഇന്നും അത് സഭ മുഴുവൻ നിലനിൽക്കുന്നതാണ് എക്സോർസിസം. അതായത് ദുഷ്ടാരൂപികളെ ബഹിഷ്കരിച്ച് കളഞ്ഞ് ആ സ്ഥലമല്ല വ്യക്തിയെ, ആ ദേശത്തെ കർത്താവിന് പ്രതിഷ്ഠിക്കുന്ന ചില കർമ്മങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് നമ്മുടെ വെഞ്ചിരിപ്പുകൾ, നമ്മുടെ പള്ളിയിലൊക്കെയുള്ള വെഞ്ചിരിപ്പുകൾ, ഇടവക വെഞ്ചിരിപ്പുകൾ. അപ്പം അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചില കുദാശ അനുകരണങ്ങൾ എന്ന് പറയുന്ന ഹോളി വാട്ടർ, അല്ലെങ്കിൽ വിശുദ്ധ കുരിശു രൂപങ്ങൾ, ജപമാലകൾ. ഇതെല്ലാം തന്നെ ആ എക്സോർസിസവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല ഓരോ ദിവസവും നമ്മളിൽ തന്നെ ചെയ്യുന്നൊരു ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്നു. അതെല്ലാം തന്നെ ഈ ഒരു ശുശ്രൂഷയുടെ സഭയിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഡെലിവർ അല്ലെങ്കിൽ എക്സോർസിസത്തിൻ്റെ വലിയ കർമ്മം നടക്കുന്നതാണ് ഓരോ ദിവസവും സഭയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കുർബാന അർപ്പണ സമയത്താണ് ഈ അന്ധകാരം മുഴുവൻ കീഴടങ്ങുന്നത് എന്ന് സഭ വിശ്വസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിക്കുന്ന സമയത്താണ് പിശാചിൻ്റെ ലോകം അവസാനിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സാത്താനെയും പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചാണ് അവൻ ഉദ്ധിതനായി തീർന്നതെന്ന് നമുക്കറിയാം. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ സർവ്വത്തിൽ ഹല്ലേലൂയ. എന്നാൽ അതേസമയം സഭ അതിനുമായി ബന്ധപ്പെടുത്തുള്ള വലിയ കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. അത് വളരെ ഗൗരവമുള്ള ക്ലാസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് റോം, വത്തിക്കാൻ കേന്ദ്രീകരിച്ച് എക്സോർസിസം എന്ന വലിയൊരു ശുശ്രൂഷയുണ്ട്. അപ്പം അതിന് അച്ഛന്മാരുണ്ട്, മെത്രാന്മാരുണ്ട്, ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്ന സംഭവമുണ്ട്. യൂറോപ്പിലൊക്കെ അത് വളരെ പവർഫുള്ളായിട്ട് നടക്കുന്നതാണ് എക്സോർസിസം. അപ്പം എല്ലാ വർഷവും തന്നെ അവരുടെ ഗ്യാതറിങ്ങുകളുണ്ട്, ഒഫീഷ്യൽസ്. അതൊരു ഡയസിസിന് ഒരു അച്ഛൻ വെച്ചായിരിക്കും മിക്കവാറും ഉണ്ടാകാൻ സാധ്യത. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതൊരു കൗൺസിലൊക്കെ ഉണ്ട്. അതൊരു സ്റ്റഡി നടത്തുകയും പ്രാർത്ഥിക്കുകയും ഇതിനെക്കുറിച്ച് വലിയ ആഴമേറിയ പഠനങ്ങളും ബോധ്യങ്ങളൊക്കെ നൽകും. പല ക്ലാസ്സുകളും അതങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പബ്ലിക്കിൽ പ്രസൻറ്റ് ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളത് ഏറെ വിഷമകരവുമാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞുമാണ്. പ്രൈസ് ദി ലോർഡ്. കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ഒത്തിരി സാധ്യതയുള്ള ചില വിഷയങ്ങളൊക്കെ അതിൽ കിടക്കുന്നതുകൊണ്ട് പലപ്പോഴും തുറന്ന് അത്തരം ക്ലാസ്സുകൾ ഞങ്ങൾ എടുക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. നന്നായിട്ട് കൈയടിച്ച്, ഉച്ചത്തിൽ കൈയടിച്ച്. പ്രൈസ് ദി ലോർഡ്.
കഴിഞ്ഞ വർഷം എനിക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടൊരു വത്തിക്കാനിലൊരു ഒരു ഇറ്റലിയിലൊരു സ്ഥലത്ത് പോകാൻ ദൈവം ഇടവരുത്തി. ശരിക്കും ഈശോയുടെ വലിയ കൃപ കൊണ്ട് കുറേ വർഷങ്ങളായിട്ട് നമുക്ക് യൂറോപ്പ് കേന്ദ്രീകരിച്ചൊരു ഇൻ്റർനാഷണൽ മിനിസ്ട്രി ഉണ്ട്. ഇതിൻ്റെ തന്നെ ഡെലിവറൻസിൻ്റെയും ഹീലിങ്ങിൻ്റെയും തന്നെ ഈ എക്സോർസിസിൻ്റെ. അപ്പോൾ അതിനകത്ത് കുറേ അച്ഛന്മാരുണ്ട്, കൂടുതലും ഫ്രഞ്ച് അച്ഛന്മാരാണ്. അപ്പോൾ അവർ എന്നെയും കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരിടത്ത് തന്നെ അത് ഈ സഭയുടെ ഒരു നേതൃത്വത്തിലുള്ള എക്സോർസിസ്റ്റത്തിൻ്റെ സഭയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വശത്തും ഒരു സന്യാസാശ്രമവും ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. വളരെ ഹോളിയായ പ്രീസ്റ്റ്, നല്ല പ്രായമുള്ള ഒരു 10-70 വയസ്സ് പ്രായമുള്ള അച്ഛന് വർഷങ്ങളായിട്ട് ഇത് കർമ്മം സിരുസഭയിൽ വത്തിക്കാൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുടെ മെയിൻ ടീമിലെ മെയിൻ ആളാണ്. അപ്പം അച്ഛൻ എന്നോട് ചെന്നപ്പോൾ ഒരു ചില സംഭവങ്ങളുണ്ടെങ്കിൽ പറയുമായിരുന്നു. അപ്പോൾ അന്ന് അവിടെ എൻ്റെ അടുത്തൊരു അവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി വന്നപ്പോൾ അച്ഛൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞ്, അച്ഛൻ എന്നെ അറിയാമെന്നോ അവർക്ക് എങ്ങനെയോ പരിചയം ഉള്ളതുകൊണ്ട് എന്നോട് അച്ഛൻ പ്രാർത്ഥിക്കാൻ ചോദിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതം അവിടെ നടക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നേരിട്ട് തന്നെ ചെയ്ത വലിയ പ്രവൃത്തികളുണ്ട്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കും. 2 കരം എടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇങ്ങനൊരു വലിയൊരു ശുശ്രൂഷ സഭയിൽ ഉണ്ട്. അപ്പം അതിൻ്റെ തന്നെ മറ്റൊരു തലമാണ് ഡെലിവറൻസ്, വിടുതൽ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംഭവമാണ്. രൂപിയുടെ ഒരു ഡെലിവറൻസിൻ്റെ, അതായത് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനമുണ്ട്. അതായത് വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെയുള്ള മേഖല ബഹിഷ്കരണ ശുശ്രൂഷ ഉണ്ട്. ഈശോയുടെ കാലത്ത് നമുക്കറിയാം, ഈശോ ചില ശുശ്രൂഷ ചെയ്യുമ്പോൾ അന്ധകാര ശക്തികൾ ആളുകളെ വിട്ടുപോകും. അപ്പം അതിന് മുമ്പും ഉണ്ട്, അതിന് ശേഷം ലോകത്തിൽ മുഴുവൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 5:18-19 പറയും, ലോകം മുഴുവനും ദുഷ്ടാരൂപിയുടെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. ലോകം മുഴുവനും തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും കൃപ കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇത് ശരിക്കും പ്രവർത്തിക്കുന്നൊരു തലം തന്നെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവെ സ്തുതിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1990-കളിൽ സഭയിലേക്ക് കൊടുത്തൊരു, സഭയ്ക്ക് നൽകിയ ഒരു അപ്പസ്തോലിക് ലെറ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദുഷ്ടാരൂപികൾ ഇന്ന് കുടുംബങ്ങളെ തകർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബമെന്ന സംവിധാനം ദൈവം സൃഷ്ടിച്ച പോലത്തെ ഒരു സംവിധാനം, വിവാഹമെന്ന പവിത്രമായ കൂദാശ, അത് തകർക്കാനായിട്ട് സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അപ്പസ്തോലിക് ലെറ്ററിൽ ഇങ്ങനെയാണ് പറയുന്നത്, വൈദികർ കുടുംബങ്ങളെ പ്രത്യേകം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തണമെന്നും അവരുടെ വീടുകളിൽ ബഹിഷ്കരണ ശുശ്രൂഷ പോലും നടത്തി അവരെ സഹായിക്കണമെന്നും മാർപ്പാപ്പ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രസലോഷം ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ പാദ്രോപ്പിയോയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ഈ പാദ്രോപ്പിയോയുടെ ചെറുപ്പം മുതൽ ദുഷ്ടാരൂപികൾ ഈ മകനെ പീഡിപ്പിച്ചുകൊണ്ട് പുറകെ വരുന്നത് കാണാൻ പറ്റും. അവസാനം ഈ പാദ്രോപ്പിയോടെയുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് ഈ ദുഷ്ടാരൂപികളാകുന്നു പോകുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. വലിയൊരു പാപത്തിൽ കഴിയുന്നൊരു വ്യക്തിയിൽ നിന്നൊരിക്കൽ ദുഷ്ടാരൂപിയെ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ വ്യക്തി ഒരു വിശുദ്ധനായിട്ട് മാറുന്നതായിട്ട് ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രസവം മാരക പാപത്തിൽ ചില നിരീശ്വരവാദികൾക്ക് വേണ്ടി അവരിലുള്ള നിരീശ്വരവാദത്തിൻ്റെ ദുഷ്ടാരൂപിയെ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് അവർ മാറിയെന്ന് പാദ്രോപ്പിയുടെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ സെയിൻറ്റ് ആൻ്റണിയൊക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഭവജ്ഞാനം ഈ ബഹിഷ്കരണത്തിൻ്റെ ശുശ്രൂഷ. ദുഷ്ടാരൂപികൾ ഒത്തിരി ബഹിഷ്കരിക്കുക. എൻ്റെ പേരിൻ്റെ കാരണക്കാർ സെൻറ്റ് ഡൊമിനിക്കിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ദുഷ്ടാരൂപികൾ ഇങ്ങനെ ബഹിഷ്കരിക്കും. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എപ്പോഴും ഈ ജപമാല ഭക്തിയിൽ വേര് പിടിച്ച വ്യക്തിയായിരുന്നു സെൻറ്റ് ഡൊമിനിക്ക്.
അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ദുഷ്ടാരൂപി നിറഞ്ഞൊരു വ്യക്തി വരുമ്പോൾ, ബഹിഷ്കരണ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഈ വ്യക്തി അലറിക്കൊണ്ട് ഈ പുണ്യവാൻ്റെ നേരെ വരും, വന്നിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തും. അപ്പം ആ സമയത്ത് ഈ പുണ്യവാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര പേരുണ്ട്? ഹൗ മെനി? അപ്പം ഈ എത്ര പേർ? ശരിക്കും ഈശോ പറയുന്നത് കറക്റ്റാണത്. ഈ ലഗിയോൻ നമ്മുടെ കൂട്ടം എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതുങ്ങൾ പറയുന്നുണ്ട് 14,000 സ്പിരിറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ വിശുദ്ധൻ തൻ്റെ കയ്യിൽ സ്ഥിരം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചു കൊണ്ടിരുന്ന വലിയൊരു ജപമാലയുണ്ട്. ആ ജപമാല എടുത്ത് ഈ ആളുടെ ശരീരത്തോട്ട് ഇടുമ്പോഴത്തേക്കും തീ പിടിച്ച പോലെ ഈ മനുഷ്യൻ ഓടി താഴോട്ട് വീണ് ആ സമയത്ത് ഈ ജപമാലയിലൂടെ ഒരു ഗ്രേസ് ഒഴിയിട്ട് ഈ വ്യക്തിയിലെ ദുഷ്ടാരൂപി, ഈ 14,000 ദുഷ്ടാരൂപികളും ഈ വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടും ഈ വ്യക്തി പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട് കൃപ നിറഞ്ഞ വ്യക്തിയായിട്ട് മാറുന്നതായിട്ടും ചരിത്രത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശുവേ ആരാധന. ചിലപ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ മാനസിക വിഭ്രാന്തികളുള്ളവരെ പോലെ നമുക്ക് തോന്നും. ചിലപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരീരത്തെ ഉപദ്രവിക്കുന്നതാണ് ഈ ദുഷ്ടാരൂപികൾ, മനസ്സിനെ ഉപദ്രവിക്കുന്നതാണ് ദുഷ്ടാരൂപികൾ, ആത്മാവിനെ ഉപദ്രവിക്കുന്നതുമാണ് ദുഷ്ടാരൂപികൾ. ശരീരത്തിൽ ചിലപ്പോൾ ഇത് പ്രവർത്തിച്ചാൽ രോഗം ഉണ്ടാക്കാം. അതാണ് ചിലപ്പോൾ ഈ മർക്കോസ് വിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ എപ്പിലെപ്സി ബാധിച്ച് അപസ്മാരം പിടിപെട്ട ഒരാളെ സുഖപ്പെടുത്തുന്നു. പക്ഷേ അപസ്മാരം പിടിപെട്ടയാളെ ഈശോ സുഖപ്പെടുത്തും. ഈശോ ഒരു ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യുന്നത്. ഈശോ ആ വ്യക്തിയിൽ നിന്ന് ഒരു ബാലനാണല്ലോ, ആ ബാലനിൽ നിന്നൊരു പൈശാചിക ശക്തിയെ ബഹിഷ്കരിക്കുന്നു. അപ്പോൾ അവൻ്റെ എപ്പിലെപ്സി രോഗം സൗഖ്യപ്പെട്ടെന്നവർ. ശരിക്കും ആ ഒരു രോഗം അവരിലുണ്ടായതിൻ്റെ പിന്നിൽ ഒരു സ്പിരിറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പിരിറ്റ് പോയപ്പോൾ അവൻ്റെ രോഗം പോയി. ഹല്ലേലൂയ. ഇതുപോലെ ചില ആളുകളുടെ മനസ്സിന് രോഗം കൊടുക്കും. ചിലപ്പോൾ അത് ഓരോന്നും ഓരോ കേസ്, ഇത് പഠിക്കാൻ പറ്റുന്നല്ല. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിലേ നമുക്കത് വിവേചിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും വേണ്ടത് ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻ്റാണ്. പ്രസലോഷ് വിവേചിച്ചറിയുക. അത് വളരെ ബുദ്ധിമുട്ടുള്ള, അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടൊന്നും പഠിച്ച അനുഭവം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഈ വരുന്ന സംഭവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ജോൺ മരിയ വിയാനിയുടെ ഒക്കെ ചരിത്രത്തിൽ ദുഷ്ടാരൂപികൾ ഒരുപാട് പീഡിപ്പിക്കുന്നു. എല്ലാ വിശുദ്ധരുടെയും ചരിത്രത്തിൽ അവരെ പീഡിപ്പിക്കുന്നതാണ്, അവരെ പീഡിപ്പിക്കും, അവരെ ഉപദ്രവിക്കുന്ന കാണാൻ പറ്റും. രാത്രി ഒന്നും ഒരു ഉറക്കത്തിൽ നിന്ന് പറയും. അപ്പം അതിനുശേഷം ഈ സ്പിരിറ്റ് വിട്ടുപോകുന്നതാണ് പറ്റും. ഒരു കൃത്യസമയത്തൊന്ന് ഉപദ്രവിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് മറ്റുള്ളവർക്ക് തോന്നി ഇവർക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലാവും ഇത് സ്പിരിറ്റിൻ്റെ ഒരു തലമാണ്. അപ്പം ഇതിങ്ങനെയൊരു സ്പിരിറ്റ്. കാരണം എന്തുകൊണ്ടാണ് ഈ വിശുദ്ധാത്മാക്കളെ അറ്റാക്ക് ചെയ്യാൻ കാരണം അവർ ഇവർക്കെതിരാണ്. എപ്പോഴും ഇവരുടെ പ്രവർത്തനത്തിന്, ലോകത്തിലുള്ള ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിന് വിശുദ്ധാത്മാക്കൾ ശത്രുക്കളാണ്. അതുകൊണ്ട് പിശാചുക്കളെ സംബന്ധിച്ച് പുണ്യാത്മാക്കൾ, വിശുദ്ധാത്മാക്കൾ, ലോകത്തിലുള്ളവരെല്ലാം അവൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ അത് കൂടുതൽ. അതുകൊണ്ടാണ് ഈ അൽഫോൻസാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ അൽഫോൻസാമയ്ക്കും ഈ ഗ്രേസ് ഉണ്ടായിരുന്നു. അൽഫോൻസാമയ്ക്ക് അതുകൊണ്ട് അവരിങ്ങനെയുള്ള ഗവേഷണ ശുശ്രൂഷ നടത്തി കഴിയുമ്പോഴത്തേക്കും അവരെ ഇട്ടത് ശക്തമായിട്ടിട്ട് പീഡിപ്പിക്കുന്നത് കാണാൻ പറ്റും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയൊരു കൃപ അൽഫോൻസാമയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിന് പീഡനം കൊടുക്കും, കൂട്ടിക്കൊടുക്കുന്നു, വർദ്ധിപ്പിച്ചു കൊടുക്കും. പക്ഷെ അവർക്ക് ക്രിസ്തുവുമായിട്ട് അഗാധമായൊരു ബന്ധമുള്ളത് കൊണ്ട് ഒരിക്കലും ഈ ദുഷ്ടാരൂപികൾക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. പ്രൈസ്. കർത്താവിൻ്റെ കൃപ അവരെ എപ്പോഴും അതിന് മുകളിൽ നിർത്തിയിരിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ 2 കരം പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ ആരാധന. സെൻറ്റ് ബെനഡിക്റ്റിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും കാണാം. ബെനഡിക്റ്റ് പുണ്യവാളൻ കർത്താവിൻ്റെ കുരിശുരൂപവും പിടിച്ചുകൊണ്ട് ദുഷ്ടാരൂപികൾ അടുക്ക ചെല്ലുമ്പോഴത്തേക്ക് അലറിക്കൊണ്ട് പോകുമായിരുന്നു. അതോടെ ആ വ്യക്തിയിൽ ചിലപ്പം വലിയ രോഗങ്ങൾ മാറും, മദ്യപാനം വിട്ടുപോകും, അല്ലെങ്കിൽ മ്ലേച്ഛ സ്വഭാവം വിട്ടുപോകും. ഇതെല്ലാം ഇവർ വിട്ടുപോകും ഒറ്റ സെക്കൻഡ് കൊണ്ട്. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്ന അവർക്കൊരു ഗിഫ്റ്റ് കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ വരം കിട്ടിയവർ. ചുമ തോന്നലൊന്നുമല്ല. പ്രൈസ്. ദുഷ്ടാരൂപികളുടെ മേലുള്ള അധികാരം കിട്ടി. കാരണം ഇവരിലെല്ലാം പിടിച്ച് ഈ വിശുദ്ധാത്മാക്കൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരെല്ലാം സത്യസഭയോട് 100% അനുസരണമുള്ള
കർത്താവിൻ്റെ ശുശ്രൂഷകരായിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവരെല്ലാം തന്നെ പഠിക്കുമ്പോൾ താമസമായ ജീവിതം നയിച്ചിരുന്നവരായിരുന്നു. അവരെല്ലാം തന്നെ വിശുദ്ധിയിൽ വളർന്നവരായിരുന്നു, വളരെയധികം വിശുദ്ധിയിൽ വളർന്നു. അവരെല്ലാം തന്നെ അനുസരണത്തിലും എല്ലാ വ്രതങ്ങളിലും അവർ പുണ്യപൂർണ്ണതയില്ല. ഇക്കണച്ചാൽ ഇതൊരു അപകടം പിടിച്ചൊരു മേഖലയാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ഇത്ര ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഞാൻ ചിലരോട് ഞാൻ പറയും, നിങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചിലർ ചെയ്തേക്കും. കാരണം ഈ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനം സ്കേവയുടെ 2 പുത്രന്മാർ ദുഷ്ടാരൂപികളെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരാളുടെ അടുത്ത് എന്നിട്ട് പറയും, യേശുവിൻ്റെ നാമത്തിൽ സത്താനെ അവനെ വിട്ടുപോകും, അല്ലെങ്കിൽ പൗലോസിനെ ചേർത്ത് പൗലോസിൻ്റെ ആത്മാവിൽ പറയുകയൊക്കെ ചെയ്യും. കർത്താവിൻ്റെ ശുശ്രൂഷകനായ അപ്പസ്തോലൻ പൗലോസ് പൊതുവെക്ക് ദുഷ്ടാരൂപി അലറിക്കൊണ്ട് തിരിച്ച് പറയും, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ അറിയാം, പത്രോസിനെയൊക്കെ അറിയാം, പക്ഷെ നീ ആരാന്ന് വെച്ചുകൊണ്ട് ഇവൻ്റെ നേരെ കയറി വീണ് നഗ്നനാക്കി വലിച്ചു കയറി ഓടിക്കുമെന്ന് കാണാൻ പറ്റും. അതായത് ആ കൃപപൂർണമായിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചിലരിങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പോകും. അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് പോകാനും പറ്റത്തില്ല. വളരെ ജാഗ്രത ഉണ്ടാകണ്ട. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതെല്ലാം അച്ഛൻ പറഞ്ഞത് എക്സോർസിസം എന്നുള്ള വലിയൊരു ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ സഭയിൽ ഉണ്ട് എന്നുള്ള കാര്യം. അത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ വളരെ വ്യക്തതയോടെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ആഴത്തിൽ പഠിപ്പിക്കുന്നു. നമ്മളൊന്ന് കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥനയ്ക്ക് ആവശ്യമാണ്, ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ആവശ്യം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലുണ്ട് ചില തകർച്ചകൾ. അപ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാം സ്വാഭാവികം, വീടല്ലേ, സാഹചര്യമല്ലേ, മനുഷ്യരല്ലേ, ക്ലൈമറ്റല്ലേ, കാലാവസ്ഥയല്ലേ, രോഗമല്ലേ, മണ്ണല്ലേ, മണ്ണിൻ്റെ സ്വഭാവം കാണിക്കുന്നു, പ്രശ്നം അങ്ങനെയൊക്കെ നമ്മൾ പറയേ. പക്ഷേ എല്ലാം അങ്ങനെയല്ല. യേശുവേ സ്തുതിക്ക്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം അങ്ങനെയെന്ന് നമ്മൾ ധരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം.